നമുക്കിനി ഒരു നല്ലൊരു റിപ്പോർട്ട് കണ്ടാലോ? കുറേ അധികം വാർത്തകളൊക്കെ ആയില്ലേ, ചുമ്മാ വാർത്തകൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. നമുക്കൊരു നല്ലൊരു റിപ്പോർട്ട് കൂടെ കാണാം. 50ാമത്തെ വയസ്സിൽ ബിരുദം നേടിയതിൻ്റെ ചരിത്ര നേട്ടത്തിലാണ് പി സന്തോഷ് കുമാർ. പാലക്കാട് ചെമ്പൈ കോളേജിൽ നിന്നും കർണാട്ടിക് സംഗീതത്തിലാണ് സന്തോഷ് ബിരുദം നേടിയത്. അപ്പോൾ ആ സന്തോഷം അത് നമുക്കും കാണാം. പതിനേഴാം വയസ്സിൽ പാടി തുടങ്ങിയതാണ് സന്തോഷ്. പാലക്കാടൻ ഗ്രാമങ്ങളിലെ ചെറിയ വേദികളിൽ ലഭിച്ച വലിയ കയ്യടികൾ സന്തോഷിന് പ്രോത്സാഹനമായി. പക്ഷേ അംഗീകാരം ലഭിക്കുമ്പോഴും സന്തോഷിന്റെ മനസ്സിൽ മായാത്ത വേദനയായി കിടന്നത് മുങ്ങിപ്പോയ പഠനമായിരുന്നു. പ്രതിസന്ധി നിറഞ്ഞ ജീവിതത്തിൽ മുങ്ങിയ വിദ്യാഭ്യാസം തിരിച്ചുപിടിച്ചതിന്റെ അഭിമാന നിമിഷത്തിലാണിപ്പോൾ സന്തോഷ്. 10ാം ക്ലാസും 2020 +2വും തുല്യതാ പരീക്ഷയിലൂടെ വിജയിച്ചു. സംഗീതത്തിൽ ഡിഗ്രി എടുക്കുക എന്ന ലക്ഷ്യം 50ാം വയസ്സിൽ പൂർത്തീകരിച്ചു. ജഡ്ജ്മെൻറ്റിനൊക്കെ പോയിരിക്കുമ്പോൾ നമുക്ക് ഇരിപ്പുറക്കില്ല. അപ്പുറത്തെ എം എ ഇപ്പുറത്തെ എം എ, നമുക്ക് വർഷങ്ങളായിട്ട് പഠിച്ചു എന്നുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഡിഗ്രി എന്തായാലും ചേർന്ന്, അതും പ്രത്യേകിച്ച് ഇന്ത്യയിലെ നമ്പർ 1 വോക്കൽ കോളേജാണ് ചെമ്പൈ മ്യൂസിക് കോളേജ്. ഈ വയസ്സിൽ BA മ്യൂസിക് എടുക്കുന്ന ആദ്യത്തെ 50 വയസ്സുകാരൻ, ഡിഗ്രി എടുക്കുന്ന ആദ്യത്തെ 50 വയസ്സുകാരൻ ഞാൻ തന്നെയാണ്. അതാണ് അറിയാൻ ഉണ്ട്. MA വരണമെന്നുണ്ട്. ഇവിടെ ടീച്ചർമാരും കുട്ടികളൊക്കെ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയിൽ സോഷ്യോളജി ബിരുദ വിദ്യാർത്ഥിയായിരിക്കെയാണ് 2022 ചെമ്പൈ കോളേജിൽ പ്രവേശനം ലഭിച്ചത്. ഈ വർഷം കർണാട്ടിക് സംഗീതത്തിൽ ബിരുദവും കരസ്ഥമാക്കി. ബിരുദം നേടിയതിന്റെ വിജയം മധുരം പങ്കുവച്ച് ആഘോഷിച്ചു. മകന്റെ പ്രായമുള്ളവർക്കൊപ്പമായിരുന്നു സന്തോഷിന്റെ ബിരുദകാലം. ഗ്യാസ് സിലിണ്ടർ വിതരണക്കാരൻ, സ്റ്റൗ റിപ്പയർ, ഓട്ടോറിക്ഷ ഡ്രൈവർ തുടങ്ങി സന്തോഷ് ജീവിതത്തിൽ പകർന്നാടിയ വേഷങ്ങൾ പലതാണ്. ഭാര്യ സുജാതയും മകൻ സിദ്ധാർത്ഥും എല്ലാ പിന്തുണയും നൽകി കൂടെ നിന്നു. ബിരുദാനന്തര ബിരുദം നേടണമെന്നാണ് ഇനി സന്തോഷിന്റെ ആഗ്രഹം. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വര പൂജാമലരാക്കി തീർക്കണേ, എന്നെ സ്വര പൂജാമലരാക്കി തീർക്കണേ, എന്നെ സ്വര ന്യൂസ് മലയാളം, പാലക്കാട്. തീർക്കണേ.